വനിതാ ലോകകപ്പ് ആദ്യമായി നേടിയതിൻ്റെ സന്തോഷത്തിലാണ്, അഭിമാനത്തിലാണ് രാജ്യമെമ്പാടുമുള്ളത്. അപ്പോൾ നമുക്കെപ്പോഴും സന്തോഷം നൽകുന്ന ഒരു കാര്യം, കേരളത്തിൽ നിന്നൊരു 3 പേർ നേരത്തെ ഇന്ത്യൻ ടീമിലെത്തിയിരുന്നു. മിന്നുമണി, സജന സജീവൻ, ഒപ്പം തന്നെ ആശാ ജോയ്. ആദ്യമായി 3 പേരും മലയാള മാധ്യമത്തിൽ ഒരുമിച്ച് വരുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവർക്കും സ്വാഗതം. മിന്നു, ഒപ്പം തന്നെ സജന. ഓക്കെ, ഇനി ഈ ഒരു ക്രിക്കറ്റ് ആവേശം ഒരുപക്ഷെ 1983 വേൾഡ് കപ്പ് ഇന്ത്യയിലുണ്ടാക്കിയ ഒരു ചലനം, അതൊരു പക്ഷേ വനിതാ ക്രിക്കറ്റിലും അലയടിക്കുമെന്നാണ് എല്ലാ ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത്. അതിൻ്റെ ഒരു അലയൊലി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വനിതാ പ്രീമിയർ ലീഗാണ്. അതിൻ്റെ 4ാം സീസണാണ്. ഈ 3 പേർ കഴിഞ്ഞ കാലങ്ങളിൽ വനിതാ പ്രീമിയർ ലീഗിൻ്റെ ഭാഗമാണ്. അടുത്ത സീസണിലും കൂടുതൽ കരുത്തോടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആദ്യം ആശയിൽ നിന്നാണ്. ആശ കഴിഞ്ഞ സീസണിൽ, ഇത് തൊട്ട് മുമ്പത്തെ സീസണിൽ RCBയുടെ കിരീട നേട്ടത്തിലെ പ്രധാന താരമായിരുന്നു. പക്ഷേ ഇത്തവണ ഒരു ചേഞ്ച് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിൽ നിന്ന് കോടിപതിയാവുന്ന താരം എന്ന ടാഗ് ലൈനാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് പുതിയ ടീമിലേക്ക് പോകുമ്പോൾ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് എങ്ങനെയാണ്? ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ UP വാരിയേഴ്സ് എൻ്റെ കൂടെ ബോൾ ചെയ്യാൻ പോകുന്ന 2 വൺ ഓഫ് ദ ബെസ്റ്റ് ബോളേഴ്സാണ്, ദീപ്തി ശർമ്മ, സോഫി എക്കിൾസ്റ്റൺ. അത് തന്നെയാണ് എൻ്റെ നമ്പർ 1 ഫാക്ടർ, എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. കാരണം ഞാനൊരു സൈഡിൽ നിന്ന് ബോൾ ചെയ്യുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് ദീപ്തി അല്ലെങ്കിൽ എക്കിൾസ്റ്റൺ വരുമ്പോഴുള്ള ഒരു ബോളിംഗ് പാർട്ട്ണർഷിപ്പ്, അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനത് ചെയ്യാൻ. പിന്നെ 1 കോടിയിലൊന്നുമല്ല, നല്ല സന്തോഷമുണ്ട്. അത്ര 1 കോടിയേറെ സന്തോഷം വരുന്നുണ്ട്. അല്ല, ഈ വലിയൊരു പ്രൈസ് ടാഗ് ഒരു പക്ഷേ ആശങ്കയാണോ, അതോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ആ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് അവരെനിക്ക് തരുന്ന ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു 3 ടീമിൻ്റെ പേരിന് പോവുകയാണെങ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് അവരെനിക്ക് തരുന്നുണ്ടെന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അല്ല, പ്രൈസ് ടാഗ് ഞാൻ നോക്കുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട്. പഴയ ടീം RCB ആണെങ്കിൽ ഒരു ഘട്ടം വരെ പരമാവധി ശ്രമിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ RCBക്ക് അവരൊരു പക്ഷേ RCBയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കിരീട നേട്ടത്തിൽ സുവർണ പങ്കാളി അല്ലെങ്കിൽ പ്രധാനി എന്ന തരത്തിൽ നിന്ന് ആ ടീം വിടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സങ്കടമുണ്ട്. ഉറപ്പായിട്ടും നല്ല സങ്കടമുണ്ട്. കാരണം നമ്മൾ ബാംഗ്ലൂരിൽ എവിടെ പോയാലും നമ്മൾ 12th മാൻ ആർമി എന്ന് വെച്ചാൽ RCB ഫാൻസ് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യും. എന്തുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് വരും, സംസാരിക്കും, എങ്ങനെയുണ്ട് മാം എന്നൊക്കെ ചോദിച്ച് ഭയങ്കര അതൊരു വല്ലാത്തൊരു ഫാൻ ബേസാണ്. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബട്ട് ലൈഫ് ഷുഡ് മൂവ് ഓൺ. സോ ഓക്കെ. പറഞ്ഞ പോലെ മിന്നു ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലെത്തിയ ആദ്യ താരം മിന്നുമണി എന്ന് പറയുന്ന പേര് ഒരുപക്ഷെ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയാണ്, ഒരു ചരിത്രം വരുന്നത് എന്നൊക്കെ തരത്തിലാണ് പലയിടത്തും എഴുതി കണ്ടിരിക്കുന്നത്. മിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹി വിട്ടു പോകുന്നില്ല, ഒരിക്കൽ കൂടി ഡൽഹിയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ഞെട്ടിച്ചു. കാരണം ആദ്യ റൗണ്ടിൽ അൺസോൾഡായി. പിന്നീട് ഞാനതെങ്ങനെ പറയുക എന്ന് പറഞ്ഞ് ഞാനൊന്ന് മടിച്ചു നിന്നാണ്. അത് കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി ഈ ഓപ്ഷൻ നടന്നു പോകുന്ന ടൈമിലിപ്പോൾ എൻ്റെ അതേ ഇപ്പോൾ ഞാൻ ഓൾറൗണ്ടറുള്ള കാറ്റഗറിയിൽ വരുന്ന ആളാണ്. അപ്പോൾ എന്നെ പോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ എൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് എന്നെ മാത്രമായിരിക്കില്ല ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫ്രാഞ്ചൈസി കണ്ടുവെക്കുക. അവർക്ക് ചിലപ്പം വേറെയും എൻ്റെ അതേ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റുന്ന വേറെയും പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ വിട്ടുപോവാം, ചിലപ്പോൾ അങ്ങനെ വിളിക്കാതിരിക്കാം, ഒന്നും സംഭവിക്കാം. നമുക്ക് ഓപ്ഷൻ്റെ ടൈമിലായത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അൺസോൾഡ് ആയ ഒരു സമയത്ത് ശരിക്കും ഞാൻ ഓക്കെ എന്തായാലും ഇല്ല എന്നുള്ളൊരു രീതിയിൽ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവസാന റൗണ്ടിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസ് ഞെട്ടിച്ചു. അതെ, ടീമിനൊപ്പം കഴിഞ്ഞ തവണയൊക്കെ ഡൽഹിക്ക് കപ്പിനും ചുണ്ടനിടയിൽ കിരീടം നഷ്ടപ്പെട്ടതാണ്. ഇത്തവണ 2 പേരെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്. ഇത്തവണ നമ്മൾ ഒരുങ്ങി ഇറങ്ങി തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ, നമ്മൾ എന്താ പറയുക, ഏത് ടൂർണമെൻ്റ് ആണെങ്കിലും മാച്ച് ആണെങ്കിലും നമ്മുടെ ലക്ഷ്യം കപ്പാണല്ലോ. അപ്പോൾ അത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ റോക്ക് സ്റ്റാർ സജ്ന, അങ്ങനെ തന്നെയാണ് ഞാൻ വിശേഷിപ്പിക്കാറ് എപ്പോഴും. അതായത് മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഒരു സ്വന്തമായി വ്ളോഗ് പരിപാടികളൊക്കെ ഉള്ള ഒരു കക്ഷിയാണ്, അല്ലെങ്കിൽ ടീമിൻ്റെ ഒരു എൻ്റർടൈനറാണ് സജ്ന എന്ന് പറയുന്നത്. സജ്നയ്ക്ക് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യന്മാരുടെ ഇപ്പോൾ ആയിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒരിക്കൽ കൂടി മുംബൈ ടീമിൻ്റെ ചാമ്പ്യൻ ടീമിൻ്റെ കൂടെ ഭാഗമാകുന്നു. ഭയങ്കര സന്തോഷം തന്നെയാണ്. അതിപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഇവർ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കളിച്ചൊരു ഫ്രാഞ്ചൈസിൻ്റെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ. പക്ഷെ ആ ഓപ്ഷനിൽ UPയും കൂടെ വിളിച്ചപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇനി വേറൊരു ഫ്രാഞ്ചൈസിയിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഒരു ഫ്രാഞ്ചൈസിൻ്റെ അണ്ടറിൽ കളിക്കുമ്പോൾ നമുക്കറിയാം അവർ നമ്മൾ എങ്ങനെയാണ് കൊണ്ട് നടന്നതെന്നുള്ളത്. സോ പക്ഷേ ഒരു കായിക താരം, ഒരു പ്ലെയർ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത് ഏത് ഫ്രാഞ്ചൈസിക്ക് കളിച്ചാലും അവർക്ക് നമ്മളുടെ ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ 3 പേരെയും ഡ്യൂട്ടി അതാണ്. ഏത് ഫ്രാഞ്ചൈസിയിലല്ല, നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഓപ്ഷനൊക്കെ അല്ല. അപ്പോൾ ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പൈസേൻ്റെ കാര്യമല്ല, നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രാഞ്ചൈസീൻ്റെ ഭാഗമായിട്ട് കളിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ഓപ്ഷൻ്റെ സമയത്തും അത്യാവശ്യം ഒരു ടെൻഷനായിരുന്നു. ഞാൻ പിന്നെ ഓപ്ഷൻ പൊതുവെ കാണാത്തത് കൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ബട്ട് എന്തായാലും നല്ല വാർത്ത വരികയാണെങ്കിൽ എന്തായാലും വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അപ്പം അങ്ങനെ തന്നെ മുംബൈൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഭയങ്കര
അഭിമാനമുണ്ട്. അവർ എന്തായാലും നമ്മളിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇത് പൈസേൻ്റെ അല്ല, നമുക്ക് തരുന്ന ഒരു വിശ്വാസമാണ്. നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ തരുന്ന അത് നമ്മൾ തീർച്ചയായും ഗ്രൗണ്ടിൽ ഇടാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. ഇപ്പോഴും ഞാൻ പലപ്പോഴും പോകുമ്പോൾ സജ്ജന എന്ന് പറയുമ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ഒരു സിക്സറെ കുറിച്ചാണ്. ഒരു പക്ഷേ സജ്ജനയെ സംബന്ധിച്ചിടത്തോളം ആ സിക്സ് ആണ് കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാനത് 100% എഗ്രി ചെയ്യും. കാരണം ആ ഒരൊറ്റ സിക്സ് അടിച്ചത് കൊണ്ടാണ് സജന ക്രിക്കറ്റിൽ എന്താ പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഇന്ത്യ കളിക്കണം എന്നൊരാഗ്രഹമായിട്ട് വന്നിട്ട് എല്ലാവരും ചോദിക്കും എന്താണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുക. ആ ഒരൊറ്റ സിക്സ് അടിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ആയത്. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു വാക്കിനെ തള്ളി പറയാൻ പറ്റില്ല. ആ ഒരു സിക്സ് ആ ഒരു സമയത്ത് അടിച്ച് ടീമിനെ ജയിപ്പിച്ചത് കൊണ്ടാണ് ആ ഒരു ഇന്ത്യ കളിച്ചു എന്നുള്ള ആ ഒരു റെക്കഗ്നീഷൻ എനിക്ക് കിട്ടിയത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്, കേരള ടീമിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കരതാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ഒരു മൂഡ് ഉണ്ടാവുക, അവർക്ക് കണ്ണിൽ സൗഹൃദത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ മത്സരിക്കുമ്പോൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും എന്തായിരിക്കും അങ്ങനെ ഒരു വൈബ് ഉണ്ടാവാറ്? വൈബ് എന്തെന്നാ, നമ്മൾ മലയാളത്തിൽ തന്നെ ചെളിയടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ സംസാരിക്കും. ഡയലോഗൊക്കെ അങ്ങനെ തന്നെ, അല്ലാണ്ട് വേറെ ടീമിൽ പോകുന്നു വെച്ചിട്ട് നമ്മളുടെ കമ്പനിക്കും കാര്യങ്ങൾക്കും ഒരു ഇതുമില്ല. സ്ലഡ്ജ് ചെയ്യാനൊക്കെ തോന്നാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരല്ല. ഐ മീൻ സ്ലെഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ ഗ്രൗണ്ടിന് പുറത്ത് നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവര് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അയ്യോ, ഒരിക്കലും സ്ലഡ്ജ് ചെയ്യൂല. പക്ഷെ സജന ഒരു ലോല ഹൃദയമായതുകൊണ്ട് എനിക്ക് ഊഹിക്കാം, ആരെങ്കിലും സ്ലഡ്ജ് ചെയ്താൽ സജന നിന്ന് കരയും, പക്ഷെ ബാറ്റ് കൊണ്ട് ഉത്തരം കൊടുക്കും. മിന്നു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു കക്ഷിയാണെന്നുള്ളത് പറയുന്നതാണ് ഇപ്പോഴും പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നല്ല. അങ്ങനെ ആയിരുന്നു പണ്ട്, ഇവർക്കറിയാം. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കളിച്ചോണ്ടുന്ന സമയത്ത് നമുക്ക് മിന്നുവിനൊക്കെ അറിയാമല്ലോ, ചെറുപ്പം മുതലേ കാണുന്നത്. ബട്ട് ആ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ തന്നെ മാറ്റണം, അല്ലാണ്ട് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റൂല. എന്നും മിണ്ടാപ്പൂച്ചയായിരുന്നെങ്കിൽ മിന്നു ഒരിക്കലും നെക്സ്റ്റ് ലെവലിലേക്ക് എത്തൂല. അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ തന്നെ മാറ്റിക്കൊള്ളും. അപ്പം നമ്മളെന്തായാലും കട്ടയ്ക്ക് നിൽക്കും. നമുക്ക് ഈ ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ ടീം രാജ്യത്ത് ഒരു വലിയ ലോകകപ്പ് നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നു. അതങ്ങ് നേടിയതിൻ്റെ വലിയൊരു സന്തോഷത്തിൽ കൂടിയാണ് ഇത്തവണ ഇരിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. അതായത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളെ 3 പേരാണെങ്കിലും അതുപോലെ തന്നെ ഏതൊരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് ഉള്ളൊരു, പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റേഴ്സിനുള്ളൊരു ഏറ്റവും വലിയ ഒരു ആഗ്രഹം തന്നെയാണ് വേൾഡ് കപ്പ് ജയിക്കുക എന്നുള്ളത്. മെൻസ് ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളമാണ് അത് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ ഈ ഒരു വിമൻസിൻ്റെ ജയമാണെങ്കിലും വിമൻ ക്രിക്കറ്റിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുത്തും, വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന യങ് ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ച് ക്രിക്കറ്റ് ടേക്കപ്പ് ചെയ്യാനും പ്രൊഫഷണലി അതിലോട്ട് മുന്നോട്ട് വരാനും ഒക്കെയുള്ള ഒരു വളരെ വലിയൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. മിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഒരു കേരളം പോലൊരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ വയനാട് പോലൊരു സ്ഥലത്ത് നിന്നൊക്കെ ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു കാലത്ത് പലർക്കും സ്വപ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മളുടെ കുറേ പേര് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, കേരള ക്രിക്കറ്റിനെ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന വലിയൊരു മാറ്റത്തിലേക്ക് വന്നു. അതിൽ നിങ്ങളുടെ 3 പേരുടെയും വലിയൊരു റോളും. തീർച്ചയായിട്ടും അതെ. ഞാൻ കളി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരൊക്കെ ഓൾറെഡി എൻ്റെ സീനിയേഴ്സായിട്ട് കളിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെയായിരുന്നു, ആദ്യം ആശേച്ചി കളിക്കും, പിന്നെ സജനേച്ചി ഇന്ത്യ കളിക്കും, അപ്പോൾ അവരൊക്കെ കളിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇന്ത്യ കളിക്കുക. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് കളിക്കുന്ന ഒരു വിമൻ ക്രിക്കറ്റർ ആവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു എൻ്റെ എന്താ പറയുക ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു മൊമെൻ്റ് തന്നെയായിരിക്കും. അതിൽ കൂടുതൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ തന്നെ രണ്ടുപേരും ഒരേ സമയത്താണ് ഡെബ്യൂ ചെയ്യുന്നത്. അതും ഒരു നല്ല ഹാപ്പി മൊമെൻ്റ്. അപ്പോൾ നമ്മൾ പാർട്ട്നേഴ്സ് ഇൻ ക്രൈം എന്നൊക്കെ പറയുന്ന പോലെ രണ്ടുപേരും ഒരേ സമയത്ത് ചെല്ലുമ്പോൾ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു വേദന ഉണ്ടാവില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. കാരണം ഞാൻ കേരള ടീമിൽ കളിച്ചു തുടങ്ങിയത് ആശ ചേച്ചീൻ്റെ ക്യാപ്റ്റൻസിയിലാണ്. സോ ആശ ചേച്ചീനെ അപ്പം മുതലേ എനിക്കറിയാം. അതിനുശേഷം പിന്നെ നമ്മൾ രണ്ടും ഒരുമിച്ചിട്ട് നമ്മളുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഇന്ത്യൻ ജേഴ്സി ഒരുമിച്ച് ഒരു സീരീസിൽ, ബംഗ്ലാദേശ് സീരീസിൽ അണിയുന്നു. ഇതിനേക്കാളും വലിയൊരു ക്യാപ്റ്റൻ്റെ അണ്ടറിൽ കളിക്കാൻ. പിന്നെ മിന്നു കളിച്ച് നമ്മൾ രണ്ടും ഒരേ ഹോം ടൗണിലുള്ള വ്യക്തികളാണ്. അപ്പം മിന്നു കളിച്ച പാടും എനിക്ക്, പിന്നെ അമ്മയും അച്ഛനൊക്കെ പൊതുപ്രവർത്തകരൊക്കെ ആയതുകൊണ്ട് നാട്ടുകാർക്കെല്ലാം എന്നെ അറിയാം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, മിന്നു കളിച്ച് നീയപ്പോൾ രാവിലെ അത് ഉച്ചക്ക് അത് കാണുമ്പോൾ അത് തന്നെ. അപ്പോൾ മിന്നു കളിച്ചു, സോ നമുക്കും പറ്റുന്നുള്ളൊരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ ഉള്ളത്. എന്തായാലും കളിച്ചില്ലെങ്കിൽ നാട്ടുകാരെന്നെ ഉറക്കൂല, ഉറക്കത്തിലൊക്കെ ഇതേ ചോദ്യമാണ്. സോ മിന്നു കാരണം പ്രചോദനം ഉൾക്കൊണ്ട് ഞാൻ കളിക്കുന്നു. ആശ ചേച്ചി നമ്മൾ ആ ഗ്രൗണ്ടിൽ തകർത്തടിക്കുകയായിരുന്നു. ആശ ചേച്ചി ബോൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ വരുമ്പോൾ ആശ ചേച്ചി പറയും, എടാ നമ്മൾ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഒരു ബാറ്റർക്ക് ഇവിടെ എറിഞ്ഞാൽ മതി. അപ്പം അങ്ങനെ
ഓടി നിൽക്കണം. നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ നല്ല വൈബായിരുന്നു ആ ഒരു ഡെബ്യൂ മാച്ചിൽ. ഒപ്പം തന്നെ ആശയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേൾഡ് കപ്പ് എന്ന് പറയുന്നത് കളിക്കാൻ പറ്റി, അങ്ങനെ ഒരു വലിയ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ സജു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സജുവിൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ടൂർ തന്നെ സജു ഒരു ബൗണ്ടറി അടിച്ച് കേരളത്തിൻ്റെ ലാസ്റ്റ് ബോൾ അടിച്ച് ജയിപ്പിച്ചാണ്. ആദ്യമായിട്ട് കേരള ക്വാളിഫൈ ചെയ്യുന്നത് സജു അടിച്ച ബൗണ്ടറിയിലൂടെയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്ന് വെച്ചാൽ RCB ഞങ്ങൾ ടീം റൂമിൽ എല്ലാവരും മാച്ചസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പോഴാണ് സജുവിൻ്റെ വിക്കറ്റ് പോകുന്നു, സജു വരുന്നു. എല്ലാവരും പറഞ്ഞു ഇനിയിപ്പം മുംബൈ തോറ്റു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു എല്ലാവരും അവിടെ ഇരിക്കണം, ഇൻക്ലൂഡിങ് നമ്മുടെ രാജേഷ് സാർ ഉണ്ടായിരുന്നു, മാലോ സാറുണ്ട്, എല്ലാവരും ഒഫീഷ്യൽസ് എല്ലാവരും. ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഇരിക്കണം, സജു ലാസ്റ്റ് ബോൾ 6 അടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഓക്കെ അങ്ങനെ ഭയങ്കര കൊടുത്തു. എനിക്കറിയാം സജു ആ ലെങ്ത്തിൽ ബോൾ എറിഞ്ഞാൽ ഉറപ്പായിട്ട് അടിക്കുമെന്ന് എനിക്കറിയാം. സജു ഏത് ഷോട്ടാണ് അടിക്കാൻ പോകണമെന്നും എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് അടിക്കുമെന്ന് പറഞ്ഞു. സജു 6 അടിക്കുന്നു, എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നു, ഞാൻ ഇങ്ങനെ തുള്ളിച്ചാടുന്നു. അപ്പോൾ അത്രയ്ക്ക് ഞാൻ പറഞ്ഞു തന്നത് അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കാരണം ഞാൻ ആ കാലം മുതൽ സജുവിനെ കണ്ടിട്ടുണ്ട്. സജു അങ്ങനെ എന്താ പറയുക, ഇങ്ങനെ എല്ലാ മാച്ചും കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണ ആളല്ല, ബട്ട് ഷീ പെർഫോംസ് വെൻ ഇറ്റ് മാറ്റേഴ്സ് ദ മോസ്റ്റ്. അതാണ് ഇപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക്കിലും കണ്ടത്. ഡൊമസ്റ്റിക്കിൽ ഒരു മുംബൈ പോലുള്ള ഒരു ടീമിനെ നമ്മൾ സജു ഒറ്റയ്ക്ക് നിന്നാണ് 154 ചേസ് ചെയ്തത്. പ്ലസ് വിദർഭമായിട്ടുള്ള മാച്ചസ് സജു ആദ്യം ബാറ്റിങ്ങിന് വന്നപ്പോൾ ഫസ്റ്റത്തെ ഓവർ മേഡിൻ ഓവറായിരുന്നു ഒരു T20 മാച്ചിൽ. അപ്പം തന്നെ സജു ആശേച്ചി പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു സജു 2 ഓവർ മേഡിൻ ചെയ്ത 3 ഓവർ മേഡിൻ ലാസ്റ്റത്തെ 8-9 ഓവേഴ്സിൽ ഈവൻ 100 ആണെങ്കിലും നമ്മൾ രണ്ടിരുന്നാൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് സജുവിൻ്റെ മേലുണ്ട്. അത്രയ്ക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇനി ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരുമിച്ച് കളിക്കണം എന്നുള്ളൊരു സ്വപ്നം എവിടെയെങ്കിലൊക്കെ ഉണ്ടോ? അതെന്ത് ചോദ്യം. നമ്മൾ 3 പേരും ഭാവിയിൽ ഒരു ഇന്ത്യൻ ടീമിൽ കളിച്ചിരിക്കുന്നത് തന്നെയാണ്. കാരണം ഇത്രയും നമ്മൾ എത്തി, നമ്മൾ വലിയ പ്രതീക്ഷ വെച്ചിട്ടൊന്നുമല്ല വന്നത്. ബട്ട് ദൈവം ഇവിടെ നമ്മൾ ഇത്ര ഒരു എഫേർട്ടിനും നമ്മളിടുന്ന ആ ഒരു നമ്മളെ സാക്രിഫൈസിനെല്ലാം ഉള്ളൊരു സമ്മാനമായിട്ടാണ് നമുക്ക് ആ ഇന്ത്യൻ ജേഴ്സി സമ്മാനിച്ചത്. അപ്പോൾ ഒരു സീസണൊന്നും ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മൾ ആരും എവിടെയും പോയിട്ടില്ല, നമ്മൾ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ WPL എങ്ങനെയാണോ നമ്മൾ ഇന്ത്യ കളിച്ചത് അതുപോലെ ഈ WPL പെർഫോം ചെയ്ത് ഞങ്ങൾ 3 പേര് ഇന്ത്യക്ക് വേണ്ടി കളിക്കും. ഒപ്പം തന്നെ വലിയ സന്തോഷമുള്ള കാര്യം തവണ തിരുവനന്തപുരത്തേക്ക് ഒരു 3 മാച്ച് വരാൻ പോകുന്നു എന്നുള്ളത് വലിയ എക്സൈറ്റ്മെൻ്റ് ആണ്. അതെ തീർച്ചയായിട്ടും. നമ്മളെ സംബന്ധിച്ചും നമ്മുടെ നാട്ടിൽ വിമൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ മാച്ച് വരിക എന്ന് പറയുന്നത് വളരെ അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളെ 3 പേരെ സംബന്ധിച്ചാണെങ്കിൽ നമുക്കൊരു അവസരവും കൂടി അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിലും ഞാനതെങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ട്. അതായത് 3 പേരും കൂടെ നേരത്തെ സഞ്ജുവിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല, സ്വന്തം നാട്ടിൽ കളിക്കാനൊരു അവസരം വന്നിട്ടില്ല എന്ന് സഞ്ജു എപ്പോഴും സങ്കടം പറയാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ഒരു മലയാളി കളിക്കുന്ന മാച്ച് ഞാൻ കഴിഞ്ഞ ഈ ഫിക്സർ ഇട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വന്ന ആദ്യ ചോദ്യം അതായിരുന്നു. അതെ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ദൈവം എന്താ പറയുക അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും കേരളത്തിൽ നിന്ന് ഇനിയും ഒരുപാട് താരങ്ങൾ ഇപ്പോൾ തന്നെ ഇത് അടക്കമുള്ള താരങ്ങളുണ്ട്, നജില അടക്കമുള്ള താരങ്ങളുടെയൊക്കെ പേരുകൾ നമ്മുടെ സർക്കിളിലുണ്ട്. അല്ലെങ്കിൽ ആളുകൾക്ക് ഇപ്പം പല ആളുകൾ ഇങ്ങനെ പിക്ക് ചെയ്യാൻ തുടങ്ങി പേരുകൾ എന്നുള്ളത്, അത് ഭയങ്കര ഒരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇപ്പോൾ ജോഷിതയുടെ പേരെടുത്തോണ്ട് ജസ്റ്റ് നാരോലി മിസ്സായതാണ് ഇഞ്ചുറി കാരണം. അല്ലെങ്കിൽ ഉറപ്പായിട്ട് ജോഷിത ഏതെങ്കിലും ഒരു ടീമിൽ കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പ്ലെയേഴ്സ് വരും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമീസ്, സ്പെഷ്യലി കുഡോസ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, അക്കാഡമിയുടെ ഒരു പ്രൊഡക്റ്റാണത് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ കുപ്പായൊക്കെ അണിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു അക്കാഡമി കൾച്ചർ കൊണ്ടുവരുന്നതിലൂടെ ഗ്രാസ് റൂട്ട് ലെവലിൽ ക്രിക്കറ്റ് നല്ലോണം സ്പെഷ്യലി വിമൻ ക്രിക്കറ്റേഴ്സിനെ ആകർഷിപ്പിക്കുന്നു. പണ്ടൊക്കെ നമ്മൾ പിള്ളേർ ജനിക്കുമ്പോൾ ഒരു സച്ചിൻ ആവണം, ഒരു ദ്രാവിഡ് ആവണം. ഇപ്പോൾ അത് ചെറുതായിട്ട് മാറി. ഒരു സ്മൃതി മന്ദന ആവണം, ഒരു ഹർമൻ ആവണം എന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നു തുടങ്ങിയില്ലേ, അവരത്തെ റെക്കഗ്നൈസ് തുടങ്ങി. പിന്നെ വിമൻ ക്രിക്കറ്റ് ഉണ്ടോ എന്ന് പറയുന്ന ആൾക്കാരെ തന്നെ നമ്മുടെ നാട്ടിലിതാ ഇൻ്റർനാഷണൽ മാച്ചസ് വരുന്നത്. അത് എൻ്റെ നാട്ടിൽ അതുപോലെ ഒരു സന്തോഷമില്ല. കുഡോസ് ടു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, അവരുടെ ഒരു ഭയങ്കര ഒരു എഫേർട്ട് തന്നെയാണ് ഈ ഒരു ഓൾറെഡി ഞാൻ പറയുന്നത്. അത് ഉറപ്പായിട്ട് നല്ലൊരു സക്സസ് ആയിരിക്കും ആ 3 മാച്ചസ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്തായാലും എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ 3 പേരും കേരളത്തിൽ ക്രിക്കറ്റ് മാച്ച് വരുന്നു, വനിതാ ക്രിക്കറ്റ് മാച്ച് വരുന്നു. അതിൽ ഈ 3 താരങ്ങളും ഉണ്ടാവട്ടെ എന്നുള്ളതാണ് വലിയ തരത്തിൽ ആഗ്രഹിക്കുന്നത്. അപ്പം തന്നെ ഇന്ത്യൻ ടീമിലേക്ക് വൈകാതെ തന്നെ 3 പേരും ഏറ്റവും ശക്തിയായി തിരിച്ചു വരട്ടെ, WPL-ലും അടിപൊളിയായി കളിക്കട്ടെ, കേരളത്തിന് കൂടുതൽ താരങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത്. അപ്പോൾ സന്തോഷം സജ്ന, മിനു, ഭാഷ. അപ്പോൾ എന്തായാലും എല്ലാ ഭാവുകങ്ങളും. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം അനിൽ വാസുദേവ്, 24.